guys, welcome to my YouTube channel. So shall we vlog about the Onam special in the morning? But before that, let's go to church and then meet. Bye. So we have just come back from church. Shall we start today's Onam special updates? അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്നത്തെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷെ ഒരു വിഷമം, ഇന്ന് നമ്മുടെ ഓണം തീരുകയാണ്. സാരമില്ല, അടുത്ത വർഷം ഇനിയും വരുമല്ലോ. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ച് തന്നെ തുടങ്ങാം. രാവിലെ ചായ കുടിച്ചില്ലായിരുന്നു, കാര്യം പള്ളിയിൽ പോകാനുള്ള തിരക്ക് കൊണ്ട് ചായ കുടിച്ചില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ചായ കുടിക്കാം. അതിനുശേഷം നമ്മുടെ അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ ചൂട് ഏത്തയ്ക്ക വറ്റൽ മമ്മി വറുത്ത് വെക്കുന്നുണ്ടായിരുന്നു. കാര്യം മമ്മി മാത്രം പള്ളിയിൽ വന്നില്ല, കാര്യം ഇവിടുത്തെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും. അതുകൊണ്ട് മമ്മിക്ക് മാത്രം വരാൻ പറ്റില്ല, ബാക്കി ഞങ്ങളൊക്കെ പോയിട്ട് വന്നു. പിന്നെ ദാണ്ടെ അകത്തി വന്നപ്പോൾ അവിലിരിക്കുന്നു, പിന്നെ ഏത്തക്ക ഇരിക്കുന്നു. ഏത്തക്ക വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ട്, അത് ഞാൻ കാണിക്കാമേ. കൂട്ടുകാരൊക്കെ വരുന്നുണ്ടല്ലേ, പൊന്നുമനൂടെ കിടക്കണേ. ശിംബോ ചേട്ടനും വരും കേട്ടോ, ശിംബോ കൂട്ടനും വരുവേ, കിടക്കണേ. ഓക്കെ. അങ്ങനെ ചാപ്പോച്ചിയുടെ വിഷമം മാറ്റാൻ അവിടെ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ റോഷിനി ഹായ് പറയുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ റോഷിനിയുടെ ഹായ് ഒക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സും മോളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ ദാണ്ടെ വീട്ടിനകത്തേക്ക് വന്നു മമ്മിയെ കാണാനായിട്ട് അകത്തോട്ട് പോയി. പിന്നെ അവർ വന്നപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ജാതിക്കത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയ്ക്ക്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും കൂടെ പോയി കുറച്ച് റീൽസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഭയങ്കര ഡാൻസൊക്കെ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ ഇങ്ങെടുക്ക്, ഞാൻ ഷൂട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴേന്നൊരു വിളി വന്നു, ഫുഡ് റെഡിയായി, ഓടിവായോ. അങ്ങനെ ഓണസദ്യ കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ ആദ്യം ഉപ്പേരി വന്നു, ഉപ്പേരിയുടെ കൂടെ തോരൻ വന്നു, അതിനുശേഷം നാരങ്ങ വന്നു, അതിനുശേഷം വന്നത് അവിയൽ വന്നു, പിന്നെ നമ്മുടെ കിച്ചടി വന്നു, പിന്നെ നമ്മുടെ ഇഞ്ചി വന്നു, അത് കഴിഞ്ഞ് നമ്മുടെ പഴവും വന്നു, പിന്നെ ഇറച്ചിക്കറിയും വന്നു. നമ്മുടെ മമ്മി പിന്നെ നിറയെ കറികൾ ഉണ്ടാക്കി, ഒരുപാട് വർണ്ണശലഭമായ കറികളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഓരോ ഇലയിലും എല്ലാം ഓരോന്നോരോന്നായി വിളമ്പി. എല്ലാവരും കൂടി ഒരുമിച്ച് ഓണസദ്യയൊക്കെ കഴിക്കുമ്പോൾ എന്താ ഒരു വൈബ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്നേ. പക്ഷെ ഒരു വിഷമേ ഉള്ളൂ, ഓണം നമ്മുടെ തീരാറായല്ലോ, തീർന്നല്ലോ. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം. പിന്നെ ഇന്നാണ്ട് ഏത്തക്ക പച്ചടി, സലാഡ്, ഇഞ്ചിക്കറി, ഇറച്ചിക്കറി, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അവിയൽ. അങ്ങനെ തൻ്റെ പപ്പടവും പരിപ്പും ഒക്കെ വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നിരനിരയായി വന്നു. നല്ല സൂപ്പർ വിഭവസമൃദ്ധമായിട്ട് ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയായി ഇരുന്നു. അങ്ങനെ ദാണ്ട് പരിപ്പ്, അവിയൽ, പച്ചടി, കിച്ചടി, ഇറച്ചിക്കറി എല്ലാം ഉണ്ട്. ഇഞ്ചിക്കറി, പച്ചടി, തോരന്, അവിയൽ, സാമ്പാർ, പിച്ചടി, കിച്ചടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കണ്ടേ ഗായ്സ്. എനിക്കാണെങ്കിൽ ഈ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഇങ്ങനെ ഒരുപാട് വിഭവസമൃദ്ധമായി കളറ്, ഭയങ്കര വർണ്ണശലഭമായി കളറിലിരിക്കുന്ന കറികളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മിയോട് പറഞ്ഞു, മമ്മി ഇതാ ഫ്രണ്ട്സൊക്കെ വരുന്നതാണ്, അപ്പോൾ ഒരുപാട് കറികൾ വേണം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ്, ഓണത്തിന് ഒരുപാട് കറികൾ മമ്മി ഉണ്ടാക്കും. ഐ ആം വെരി ഹാപ്പി, താങ്ക് യു സോ മച്ച് മമ്മി ഫോർ ആൾ ദീസ്. ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ പായസക്കുട്ടം വന്നു കേട്ടോ. പായസം സൂപ്പർ പായസം, വേറെ വാക്കുകളില്ല പറയാം, അത്ര സൂപ്പർ പായസം കേട്ടോ കൂട്ടുകാരെ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പഴന്നുറുക്ക്. അങ്ങനെ വളരെ ആസ്വദിച്ച് ഞാൻ ഫുഡ് കഴിക്കുകയാണ് ഗായ്സ്. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചോ കൂട്ടുകാരെ? ഹോയ്. നിങ്ങൾ കഴിക്കുന്നത് പോലെ ഞങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടേ നമ്മുടെ പഴന്നുറുക്കും പായസം, അടപ്രഥമൻ, ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. പഴന്നുറുക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. മുമ്പേ ഞാൻ ഏത്തയ്ക്ക കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏത്തയ്ക്ക വെച്ചിട്ടൊരു സ്പെഷ്യൽ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ പഴന്നുറുക്ക്, അതിൻ്റെ വീഡിയോ ഉടനടി വരുന്നതായിരിക്കും. അങ്ങനെ വീണ്ടും വേറൊരു പഴവും കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഞെവിടി അടിപൊളിയായിട്ട് കഴിച്ചു.
അതിനിടയിൽ ഞങ്ങളുടെ ചക്കരക്കുട്ടന്മാരായ ചാപ്പയ്ക്കും സിംബയ്ക്കും തൻ്റെ ഫുഡ് കൊടുക്കുകയാണ്, കുഞ്ഞുങ്ങളും കഴിക്കുകയാണ് ഗായ്സ്. സിംബക്കുട്ടനെ അടച്ചിട്ടതിൻ്റെ ദേഷ്യത്തിനും പിണക്കവുമായി ദാണ്ടെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ വന്ന് കിടപ്പുണ്ട് ഗായ്സ്. തൻ്റെ മുഖം താണ്ട് ഒരു ചെമ്മിടുണ്ട്, എന്നെ എന്തിനാ അടച്ചിട്ടേന്നുള്ള ദേഷ്യമാണ്, ചോറ് കഴിക്കാതെ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി മേളിൽ പോയി വീണ്ടും വന്നിരുന്നു. നല്ല കാറ്റാണ് കേട്ടോ, അടിപൊളി കാറ്റാണ്. ജാതിക്ക മരങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോൾ നല്ല കാറ്റ് വീശുമ്പോൾ എന്തോ ഒരു സുഖമാണെന്നറിയാം. അതിനിടയ്ക്ക് റോഷനിയുടെ ഒരു റെസിപ്പി ഉണ്ട്, മാങ്ങാപ്പൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ മാങ്ങാപ്പൂളിന് പകരം ജാതിക്കാപ്പൂള് റോഷനി ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ ജാതിക്ക വെച്ചിട്ട് ഇങ്ങനെ മുളകും കൂട്ടി കഴിക്കാൻ. അപ്പം അങ്ങനെ എല്ലാവരും റോഷനി തന്നെ ഫസ്റ്റ് തിന്നു, ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് പെറുക്കിയെടുത്തു ഗായ്സ്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൂട്ടുകാരി പറഞ്ഞു, ഡി ഒരു ഡാൻസ് കൂടെ കളിക്കും, നമുക്ക് ഒന്നും കൂടെ റീൽസ് എടുക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും റീൽസ് എടുക്കുകയാണ് ഗായ്സ്. കണ്ടോ പിന്നെ ഞങ്ങളുടെ സന്തോഷം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോവുകയാണ്, അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവളും വീട്ടിലേക്ക് പോയി, അവൾക്കൊരു ടാറ്റയൊക്കെ പറഞ്ഞു, അവളെയും പറഞ്ഞയച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു, താങ്ക് യു, ബൈ.